അപ്പോൾ നമസ്കാരം. ഞങ്ങളിന്നൊരു വൈൻ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഗ്രേപ്സ് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഗ്രേപ്സിനൊക്കെ ഭയങ്കര വില, $16 ഒരു കിലോന്. നമുക്കിപ്പോ സീസണാണോ എനിക്കറിയില്ല, പക്ഷെ ഇത്രയും വില ഭയങ്കര കൂടുതലായിട്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു അത്രയും രൂപ എടുക്കണേക്കാളും ഭേദം ഉണക്കമുന്തിരി വാങ്ങിച്ചിട്ട് ചെയ്യാന്ന് ചോദിച്ചത്. എസെൻഷ്യലി ഇതെല്ലാം സെയിം ആണല്ലോ. ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ജ്യൂസ് ഇല്ലാന്നല്ലോ, മധുരമുണ്ട്. അപ്പൊ ഇതിനാകുമ്പോ വില ഭയങ്കര കുറവാ. ഇതിന് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള മുന്തിരി, നല്ല ക്വാളിറ്റി ആണ്. ഇതിന് എനിക്ക് തോന്നുന്നത് $4-5 നമുക്ക് ഒരു കിലോ ഉണക്കമുന്തിരി കിട്ടും. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഈ സത്യം പറഞ്ഞ ഉണക്കമുന്തിരി വെച്ചിട്ടുണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ നമ്മള് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ പലരും അതിനകത്ത് ഓറഞ്ചിന്റെ തൊണ്ടും ലെമണിന്റെ തൊണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും അത് ഇടണമെന്ന് വിചാരിച്ചു. ചിലപ്പോ നല്ല രസം ഉണ്ടായിരിക്കും, സിട്രസി ടേസ്റ്റ് വരുമായിരിക്കും. അപ്പൊ ഞങ്ങളത് എന്തായാലും ഇടണമെന്ന് വെച്ചു. ഞങ്ങൾ ആക്ച്വലി നാട്ടിലത്തെ പോലെ കുറച്ചൊരു സ്പൈസി ടൈപ്പ് ഇടാനാണ് പ്ലാൻ. അപ്പോ ലേശം ഗ്രാമ്പും കുറച്ച് കറുകപ്പട്ടയും കുറച്ച് ജാതിക്കയുടെ പൊടിയും ഇടാമെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഈ ജാതിക്കയുടെ പൊടി ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് ഞങ്ങളിപ്പോ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ മുന്തിരിക്ക് 3 ലിറ്റർ വെള്ളം. അതെ, അപ്പൊ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ മുന്തിരിനെ അതിലിട്ടിട്ട് 2 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് പഞ്ചസാര ഇടണം. നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം തിളപ്പിച്ചു. നമ്മളുടെ കയ്യിലുള്ള ഭരണി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതൊരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 ലിറ്റർ കൊള്ളുമായിരിക്കും ഇതിനകത്ത്. അതിന് കറക്റ്റ് അളവൊന്നും ഉണ്ടായിരുന്നില്ല, കടയിൽ അയാൾക്ക് എത്രയെന്ന് അറിയില്ല. നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഭരണി ഇതാ. അപ്പോൾ അത് കൊള്ളില്ലെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം 1 കിലോ മുന്തിരി ഇടാന്ന് വരിക, എന്നിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ബാക്കി ഇനിയിപ്പോൾ ഇത് കൂടുതൽ കൊള്ളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി തിളപ്പിച്ചിട്ട് അത്യാവശ്യം കൂടി ഇടാം. സാധാരണ കഴുകാനൊക്കെ പറയും, പക്ഷെ നമുക്ക് കിട്ടിയ മുന്തിരി നല്ല കല്ലും ഡയറക്റ്റ് സ്നാക്ക് ചെയ്യാൻ പറ്റുന്ന മുന്തിരിയാണ്. അതുകൊണ്ട് നമ്മൾ കഴുകുന്നില്ല. സാധാരണ വാങ്ങിക്കുന്ന ബ്രാൻഡ് തന്നെയാണ്. അതെ, അപ്പൊ ഇത് ആക്ച്വലി നേരിട്ട് മറ്റേ ഓട്സിലൊക്കെ ഇടാൻ പറ്റിയ മുന്തിരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴുകൽ നേരെ അതിനകത്ത് ഇടാണ്. അതെ, ഒന്ന് തിളച്ചോട്ടെ. ഇനിയിപ്പോൾ ഓക്കെ, ആക്ച്വലി ഇത് മുന്തിരി തിളച്ചോണ്ടിരിക്കണോ. നമ്മൾ 1 കിലോ മുന്തിരിയും ഒരു 3 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. അപ്പം അതിനകത്തേക്ക് ഇനിയിപ്പോൾ 1 കിലോ പഞ്ചസാര ഇടണം. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് തിളച്ച് ആറ്റിയിട്ട് വേണം ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഏകദേശം 1 കിലോ ഇട്ടല്ലോ അല്ലേ. നമ്മളതിൽ മറ്റേ 2 കിലോന്റെ ബാഗ് അല്ലായിരുന്നു അത്. അപ്പൊ അതിനകത്ത് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പും, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ജാതിക്ക, ഒരു 8 പട്ട, 8 ഗ്രാമ്പു, പട്ടയല്ല, 8 ഗ്രാമ്പു പട്ടയല്ല. ഇപ്പൊ ഇടാൻ പോണതാണ് പട്ട. പൊട്ടണില്ല, അങ്ങോട്ട് കാണിച്ച് വലിയ പട്ടയ ഒഴിക്കുന്ന അങ്ങോട്ട് വലുതാണ്. അങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റും. പൊട്ടിച്ചു ഇട്ടാ മതിയല്ലേ? കുറച്ചിട്ടാ മതി. കുറച്ച് പട്ട. ഇനി നമ്മുടെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇത് മമ്മി നാട്ടിൽ നിന്ന്
വീട്ടിലുണ്ടായ ജാതി പൊടിച്ചു കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ജാതി ഇടിച്ച് പൊടിച്ച്, ജാതിക്ക് മാത്രമല്ല ജാതിയും ജാതി പത്രയും പൊടിച്ചുകൊണ്ടു. നല്ല ശുദ്ധമായ വീട്ടിലുണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനം. ലേശം ഇടാനുള്ളൂ, ഞാൻ കുറച്ച് ഇടാനുള്ളൂ. എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ അല്ലേ? തിളച്ചിട്ട് നമ്മൾ പിന്നെ ഇതിനാറാൻ വെക്കും അല്ലേ? ഈ തിളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു സാധനത്തുമ്മേ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂപ്പലും ഫംഗസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ നാളെ നമുക്ക് ഇത് തണുത്തിട്ട് നമ്മുടെ ഭരണിയിൽ ഒഴിച്ച് അതിൽ ഈസ്റ്റും ഒക്കെ ഇട്ട് പിന്നെ ഭരണിയുടെ വായ മൂടി കെട്ടണം. ഇത് സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മുന്തിരി ലേശം കൂടിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ട്. ഇത് ഇപ്പോൾ വെള്ളം കുറച്ചുള്ളൂ. സാരമില്ലായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. നല്ല സ്ട്രോങ് വൈൻ കിട്ടുമായിരിക്കും. നോക്കാം. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മളുടെ മുന്തിരി ഇന്നലെ തിളപ്പിച്ച് വെച്ചത് ആക്ച്വലി ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഭരണിയിലേക്ക് മാറ്റണം. അപ്പോൾ ഭരണിയിൽ ആക്ച്വലി ഇത് എന്തോരം കൊള്ളുന്ന സത്യം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ 1 കിലോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒഴിച്ചു നോക്കാം. അപ്പോൾ എന്നിട്ട് ബാക്കി ഇനിയിപ്പോൾ സ്ഥലം ഒരുപാട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിൽ ഇതാണ് ഈസ്റ്റ്. ഇപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇടണം. അപ്പോൾ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇടാം അല്ലേ? എല്ലാം ഡ്രൈ ആയ പാത്രങ്ങൾ വേണം അല്ലേ? എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയിട്ട് കഴുകി ഉണക്കിയത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിച്ച് കഴിയുമ്പോൾ അത് സ്റ്റെറൈലാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിച്ച് കഴിയുമ്പോൾ അത് സ്റ്റെറൈലായി. പിന്നെ ബാക്കി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും. അതുപോലെ വെള്ളം ഇത്തിരി കുറവാണോ? എനിക്ക് തോന്നെ നമ്മുടെ മുന്തിരി വെള്ളം കുടിച്ചതാവുള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞ് പിഴിഞ്ഞൊക്കെ കുടിച്ചെടുക്കുമ്പോൾ ശരിയാവുമായിരിക്കും. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് കുറച്ച് വൈനായിരിക്കും കിട്ടുന്നത്. നോക്കാം. ഒരു 20 ദിവസം തൊട്ടാണ്ട് വെക്കാം. സ്ഥലമുണ്ട് കേട്ടോ. സ്ഥലം ഉള്ളത് നല്ലതാ. കുറച്ച് സ്ഥലം വേണം. നമ്മളെല്ലാ മുന്തിരിനെയും ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈസ്റ്റ് ഇടണം. 1.5 ടീസ്പൂൺ ഈസ്റ്റ്. നമുക്ക് ഈസ്റ്റ് ഇട്ടേക്കാം അല്ലേ? ഈസ്റ്റ് ഇടാം. അതെ, 1.5 ടീസ്പൂൺ ഇട്ടേക്കാം അല്ലേ? 1 കൃത്യം അളവ് സ്പൂണൊന്നും നമ്മൾ എടുക്കണില്ല കേട്ടോ. ആക്ച്വലി ഈസ്റ്റ് ആക്റ്റീവായി പിന്നെ അത് ഇതിൻ്റെ ഷുഗറൊക്കെ ഫെർമെൻ്റ് ചെയ്യും. അപ്പോൾ അതേ കയ്യിൽ തന്നെ കേട്ടോ. കയ്യിലെ തവി അങ്ങനെ പലതും പറയും. ഓക്കെ, നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ചത് കെട്ടി വെക്കാം. തുണിയിട്ട് കേട്ടോ. കോട്ടൺ തുണിയാണ് കേട്ടോ. അത്
എന്നിട്ട് അതിനൊരു വായ മുടി കെട്ടണം. ഇനി മിണ്ടരുതെന്നല്ലേ? അതെ, ഇനിയിപ്പോൾ ഭരണി മിണ്ടാൻ പാടില്ല. ടൈറ്റായിട്ട് കെട്ടണം. അതെ. അത്യാവശ്യം ടൈറ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. അതായിരിക്കും. നമുക്ക് ഇടയ്ക്ക് ഇളക്കും വേണമല്ലോ. അതെ, ഇടയ്ക്ക്